ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൂടി ചേരുന്നുണ്ട്. ശ്രീ ബിനോയ് വിശ്വം, താങ്കൾ ഇതിനകം ആ ദൃശ്യം കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ? പുറത്തു വന്നിരിക്കുന്നു, മാധ്യമങ്ങൾ ഈ ദൃശ്യം കൊടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് BJP ആണ് ആ മേഖലയിൽ പണം വിതരണം ചെയ്യുന്നത് എന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. താങ്കളുടെ പ്രതികരണം എന്താണ്? ആ വാർത്ത എനിക്ക് അശേഷം അത്ഭുതമുണ്ടാക്കുന്നില്ല. ഇതാണ് BJP, ഇതാണ് വലതുപക്ഷം. ഇന്ത്യയിലെ കോർപ്പറേറ്റ് കൊള്ളക്കാർ വാരിക്കോരി കൊടുത്ത പണം ഇങ്ങനെ വാരി എറിഞ്ഞ് അവര് വോട്ട് പിടിച്ച് ജയിക്കാൻ നോക്കുകയാണ്. ജനങ്ങൾക്ക് ആർക്കും വേണ്ടാത്ത പാർട്ടി, അവർ വെറുക്കുന്നൊരു പാർട്ടി, ഇന്ത്യയുടെ എല്ലാ നല്ല മൂല്യങ്ങളെയും തകർക്കാൻ നിൽക്കുന്ന പാർട്ടി. ആ പാർട്ടിക്ക് ആകെയുള്ളത് ഈ കള്ളപ്പണമാണ്, കണക്കില്ലാത്ത പണമാണ്. ആ പണം കൊടുത്ത് വോട്ടർമാരെ പ്രലോഭിപ്പിച്ച് വോട്ട് വാങ്ങി ജയിക്കാമെന്ന വ്യാമോഹം നടത്തില്ലേ കേരളത്തിൽ. അതുകൊണ്ട് ഈ കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചേ തീരൂ. BJP സ്ഥാനാർത്ഥി പറഞ്ഞുവെന്ന് കേട്ടു, ഈ വാർത്ത കൊടുത്താൽ അടിച്ച് കള്ളക്കുറ്റി പൊട്ടിക്കുമെന്ന്. ആ സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, മുഖം നല്ലതല്ലെങ്കിൽ കണ്ണാടിയല്ല പൊട്ടിക്കേണ്ടത്, ആ മുഖം നന്നാക്കാനാണ് നോക്കേണ്ടത്. ഒരു കള്ളപ്പണം കൊടുത്ത് വോട്ട് പഠിക്കുന്ന ഈ കള്ളത്തരം, നെറികേട് എത്രയും വേഗം അവസാനിപ്പിക്കുക. അല്ലാതെ സത്യം പുറത്തു കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകരുടെയോ ഇടങ്ങളുടെയോ കരണക്കുറ്റി അടിച്ചു പൊട്ടിച്ചാൽ അതല്ല പരിഹാരം. ആ പരിഹാരം BJPയുടെ തീവ്ര വലതുപക്ഷ ഉണ്ടായിസമാണ്. അതൊന്നും കേരളം കൊടുക്കില്ല. നന്ദി ശ്രീ ബിനോയ് വിശ്വം ഈ വാർത്തയോട് പ്രതികരിച്ചതിന്. പാലക്കാട്ടാണ് വോട്ടിന് നോട്ട് ആരോപണം വന്നിരിക്കുന്നത്. BJP പ്രവർത്തകർ അവിടെ വോട്ടർമാർക്ക് പണം നൽകി, കണ്ണാടി മേഖലയിലാണ് പണം വിതരണം ചെയ്തു എന്ന ആരോപണം UDFന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ദൃശ്യങ്ങൾ പകർത്തിയവരെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത്തരം നടപടികൾ അവസാനിപ്പിക്കണം എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോൾ പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.